പത്തനംതിട്ട റാന്നിയിൽ നിന്ന് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഗുരുതരാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും വരുന്ന ഒരു വാർത്ത ആശ്വാസകരമാണ്. അത് ടൗണിൽ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ്. കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി കുട്ടവഞ്ചിയും ഡിങ്കി ബോട്ടുകളും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, അല്പം വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എല്ലായിടത്തു നിന്നും ഇറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ടൗണിൽ നിന്ന് മാത്രമാണോ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്യാമിലി, കഴിഞ്ഞ 2 മണിക്കൂറായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം റാന്നിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടങ്ങിയിരുന്നു. ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ നാട്ടുകാരും കൂടി ചേർന്ന് ഈ ആളുകളെ അവിടെ നിന്നും പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു നടപടി തുടങ്ങിയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാലറിയാം. നേരത്തെ വെള്ളം കയറിയ ഒരു കടയാണിത്. ആ കടയുടെ ഈ ഭാഗം വരെയും ആ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ എന്തായാലും വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ചേട്ടാ, കടയിലല്ലേ അകത്ത് കയറിയായിരുന്നില്ലേ വെള്ളം? കയറിയായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടല്ലോ. വെള്ളം ഒരടിയോളം താണിപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആശ്വാസമുണ്ടല്ലേ? സമാധാനമുണ്ട്. 2018 ആയില്ല എന്നുള്ളൊരു സന്തോഷം. അതാണ്. ആളുകൾക്ക് എന്തായാലും വലിയ ആശങ്കയിലായിരുന്നു ആളുകൾ. 2018-ലും സമാനമായ സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളം ക്രമാതീതമായി ഉയരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. എന്തായാലും വളരെ വേഗം തന്നെ വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റാന്നിയിൽ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം തന്നെ സമാനമായ നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടം ഈ മഴയിൽ ഉണ്ടായിട്ടുണ്ട്. കോന്നിയിലും വിവിധ ഇടങ്ങളിൽ മണ്ണൊലിച്ചു വരികയും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന സാഹചര്യം പൂർണ്ണമായും അതുപോലെ തന്നെ ഭാഗികമായും എല്ലാം തന്നെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് കോന്നിയിൽ തന്നെ 2 ഇടങ്ങളിൽ വാഹനങ്ങൾ ഇത്തരത്തിൽ മണ്ണൊലിച്ചിലിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ നാശനഷ്ടം ജില്ലയുടെ മലയോര മേഖലകളിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്ന നിലയിൽ മഴ, കനത്ത കാറ്റ് അടക്കം വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. എന്തായാലും ആളുകളെ ഇപ്പോഴും ചിലയിടങ്ങളിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ